ലവ് ലെറ്റർ എഴുതണം. ചേട്ടന് പരിചയമുണ്ടെന്ന് ചേട്ടൻ മുന്നേ പറയുന്നു. എനിക്ക് എഴുതണമെന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ലവ് ലെറ്റർ എഴുതി പരിചയമില്ലേ? എനിക്കില്ല, സത്യമായിട്ടില്ല. ഇല്ല. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് പരിചിതമാകാം. ഞാൻ ചോദിക്കുന്നത് ആർക്ക് എഴുതുന്നതായിട്ട്? അനുവിന് എഴുതുന്ന? അല്ല, ചേട്ടൻ അനുവിന് എഴുതണം, അനു ചേട്ടൻ എഴുതണം. അങ്ങനെ. ഇനി അതിലൊരു സസ്പെൻസ് ഉണ്ടാകും, ഞാൻ പറയാം. അതിന്റെ ഒരു കുറവും കൂടെ ഇവിടെ ഇരുന്ന് എഴുതുകയാണോ? പിന്നീട് വീട്ടിൽ പോയിട്ട് എന്റെ കൺമുന്നിൽ വെച്ചിട്ട് എഴുതണം. അപ്പൊ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം, അപ്പൊ അത് മനസ്സിലാവും. നിങ്ങളുടെ ആദ്യം പ്രോപ്പർട്ടീസ് വരട്ടെ. അപ്പൊ ലവ് ലെറ്റർ എഴുതാനുള്ള പേപ്പറും പേനയൊക്കെ എല്ലാവരും കിട്ടി. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വേർഡുകൾ നിങ്ങൾ ഈ ലവ് ലെറ്ററിൽ, ഈ പ്രണയ ലേഖനത്തിൽ ആ വേർഡുകൾ ആഡ് ചെയ്യണം. അതിൽ ഒന്നാമത്തെ വേർഡ് സെമിത്തേരി, രണ്ടാമത്തത് പെട്രോൾ, മൂന്നാമത്തെ ഷവർമ, നാലാമത്തത് തബല, അഞ്ചാമത്തത് വാക്സിൻ. ഇന്റലിജന്റ് ആയിട്ട് ഈ വേർഡുകൾ നിങ്ങളുടെ പ്രണയലേഖത്തിൽ ചേർക്കണം എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. തമാശ രൂപത്തിലൊക്കെ ആവാം, വലിയ സാഹിത്യമൊന്നും വേണ്ട. അപ്പൊ മ്യൂസിക്. രണ്ടുപേരും പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലെ പ്രണയം ഷവർമയായി പുറത്തേക്ക്. പ്രേമലേഖനം വരെ കോപ്പി അടിക്കുന്ന അവസ്ഥയെ പറ്റി റെഡി? കഴിയാൻ പോവാണ്. സമയം കഴിഞ്ഞു. വായിക്കാൻ പറ്റുന്നില്ല. സമയം തീർന്നിരിക്കുകയാണ്. അതെ മോളെ, സമയം കഴിഞ്ഞു. മകളെ ഓക്കെ. അപ്പൊ തന്നോളൂ. ആദ്യം ഞാൻ ഒന്ന് നോക്കട്ടെ. രണ്ടുപേരും വായിക്കാൻ പറ്റുന്ന അക്ഷരങ്ങൾ പലതും ഉണ്ടാവില്ല. ടൂട്ടി നോക്കിയോ. ടിപ്പിക്കൽ പെണ്ണുങ്ങളുടെ ഒരു കാര്യം ചെയ്യാം. അതായത് അനു ചേച്ചിയുടെ മനസ്സിലുള്ള പ്രണയം ചേട്ടനോട് പറയാനാണല്ലോ ഇത് എഴുതുന്നത്. അപ്പൊ ആ കത്ത് ചേട്ടൻ വായിക്കും, അനു ചേച്ചിയുടെ കത്ത് ഞാൻ വായിക്കണം. അല്ല, ചേട്ടന്റെ കത്ത് അനു ചേച്ചി വായിക്കും, ചേട്ടൻ. നിങ്ങൾ ചേട്ടന്റെ കത്ത് ഞാൻ വായിക്കാം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മളിതാ ജയചന്ദ്രൻ ചേട്ടന്റെ മനസ്സിലുള്ള അനു ചേച്ചിയോടുള്ള പ്രണയമാണ്. വായിക്കട്ടെ. ശരി. പ്രിയപ്പെട്ട അനു, നീ ഇല്ലാത്ത ജീവിതം ശവങ്ങളില്ലാത്ത സെമിത്തേരിയെ പോലെയാണ് എന്റെ മോളെ. നിന്നോടുള്ള പ്രണയം പെട്രോളിന്റെ വില പോലെ ഉയർന്നു വരുന്നു. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ. ഓർമ്മ തന്നെയല്ലേ ചേട്ടാ? ശരി. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ ഷവർമയ്ക്കകത്ത് ചിക്കൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ എന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു പൊന്നെ. നിന്റെ ഒരു വാക്കിനായി രണ്ടാം ഡോസ് വാക്സിനായി കാത്തിരിക്കുന്നത് പോലെ ഞാനിരിക്കുന്നു. നീ ഇല്ലാത്ത ഓരോ നിമിഷവും തോല് പൊട്ടിയ തബലയാണ്. മിസ്യൂടാ. ഇനി അയ്യോ എന്റെ നല്ല ഫീലിൽ വായിക്കണം കേട്ടോ ചേട്ടാ. നല്ല ഫീൽ. പ്രിയപ്പെട്ട ജയൻ, ഞാൻ ഇന്ന് വാക്സിൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ അസീസിക്കയുടെ കടയിൽ നിന്ന് ഷവർമ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ പെട്ടെന്ന് അവിടുന്ന് പോയി. പിന്നെയും ഞാൻ ചേട്ടനെ സെമിത്തേരിയുടെ ഓപ്പോസിറ്റുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ബൈക്കിന് പെട്രോൾ അടിക്കുമ്പോഴും എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്നും മിണ്ടാൻ സാധിച്ചില്ല. പിന്നീട് ഞാൻ തബല പഠിക്കാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ചേട്ടൻ ക്ലാസിന്റെ മുന്നിലൂടെ ഒരു കാറിൽ പോകുന്നത് കണ്ടു. പക്ഷെ അത് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞുള്ള യാത്രയായിരുന്നു. എന്റെ പ്രണയം ഞാൻ ആ കാഴ്ചയുടെ അവസാനിപ്പിച്ചു എന്ന് പറയാമായിരുന്നില്ലേ? പെട്രോൾ പമ്പിന്റെ മുമ്പിൽ വെച്ചെങ്കിലും
ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഷവർമ കഴിച്ചോണ്ടിരുന്നെങ്കിലും ഒരു വാക്ക് വേണ്ട. ആ കാറെ പോകുമ്പോ തന്നെ അങ്ങ് പറയാമായിരുന്നല്ലോ, ഞാൻ അവിടെ ഇറക്കി വിടുകയല്ലായിരുന്നോ? കൊള്ളാം. ഞാൻ ഇതിന് ഒരു ഫീൽ ഉണ്ട്. ഞാൻ അങ്ങനല്ല എന്റെ പ്രണയം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് അതെ, പക്ഷെ ഇവിടെ ഞാനാണല്ലോ അന്തിമ സാറാണ് തീരുമാനം അന്തിമ തീരുമാനം എഴുതുന്നത്. സാറ് സാറാ സാറാ പേന അതായത് രണ്ട് പ്രളയമോ പ്രളയം തന്നെയാണ് പ്രണയം. രണ്ട് പ്രണയ ലേഖനങ്ങളും അസലായിരുന്നു. ഈ ജയചന്ദ്രൻ ചേട്ടന്റെ പ്രണയ ലേഖനത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ചൊരു എന്താ ക്യൂട്ട് പ്രണയമായിരുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അനുചേച്ചിയുടെ പ്രണയ ലേഖനം എന്ന് പറഞ്ഞാൽ ഒരു കഥ പോലെയായിരുന്നു. കണ്ടു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, അഷ്ടപ്രണയം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോ നമുക്ക് ആ വിഷ്വല് കാണാൻ പറ്റി. അസീസിക്കയുടെ കട, ഷവർമ, പെട്രോൾ പമ്പ്, ചേട്ടന്റെ കല്യാണം. അപ്പൊ അതുകൊണ്ട് ഈ പ്രണയ ലേഖനത്തിൽ ജയിച്ചിരിക്കുന്നത് അനു ജോസഫ്. ഞാൻ പറഞ്ഞല്ലോ.